പാർട്ട്ണർഷിപ്പിൽ ഇരിക്കുന്ന സമയം 2020 എൻ്റെ കല്യാണം കഴിയുന്നത്. അങ്ങനെ നീണ്ടൊരു 5 വർഷം എൻ്റെ കല്യാണം, പ്രഗ്നൻസി, ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എനിക്ക് ആ ഒരു 5 വർഷം അത് വലിയൊരു ബ്രേക്ക് തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം എനിക്കതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഭയങ്കര വിഷമമായി. ചെറിയ മോനാണ്, ഇപ്പം എൻ്റെ മോൻക്ക് 4 വയസ്സാണ്. അങ്ങനെ ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ പാസിയോളിയിൽ വന്ന് ആ ഒരു 1 മന്ത് ക്രാഷ് മാത്രം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ എൻ്റെ എഫേർട്ടും കൂടെ ഇട്ട് പാസ്സായ ഒരാളാണ് ഞാൻ. ബീയിങ് എ മദർ ഈസ് നോട്ട് ഈസി, ബട്ട് being a CS student after becoming a mother is not easy much at all. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു എഫേർട്ട് എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മയുടെ എഫേർട്ടാണ്. ഞാൻ ആ ഉമ്മ ഇട്ടിരുന്ന ഒരു എഫേർട്ടിൻ്റെ ആ ഒരു എഫേർട്ടായിരുന്നു എൻ്റെ ഒരു സമയത്തെ സമാധാനം എന്ന് പറയുന്നത്. ആ ഒരു സമാധാനത്തിലായിരുന്നു ഞാൻ ക്ലാസ്സിൽ വന്നിരുന്നതും ഞാൻ പഠിക്കാനിരുന്നിരുന്നതും എല്ലാം. അപ്പോൾ ആ ഉമ്മാൻ്റെ കൂടെ നിന്ന് എനിക്കിതൊരു ഈ ഒരു റെക്കഗ്നിഷൻ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം എൻ്റെ ഉമ്മ വരണം. എന്നോട് പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഒരു കോഴ്സല്ലേ, ഇത് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ, അപ്പം അത്രയും ബുദ്ധിമുട്ടല്ലേ, ഒരു കുട്ടീനെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. എന്നോട് ഇതെല്ലാം ഡ്രോപ്പ് ചെയ്ത് ജോബിന് കയറാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ അവരോട് എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസും ആ ഒരു സെൽഫ് ബിലീഫിൻ്റെയും പുറത്താണ് ഞാൻ ഇതിന് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തതും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതും. ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു വർഷം കൂടെ കൊണ്ടാ ഞാൻ ഇതിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നോക്കട്ടെ. സോ ഐ പുട്ട് ദാറ്റ് 1 year ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പീരിയഡ്. ആ ഒരു പറഞ്ഞൊരു ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് അതിനുശേഷമുള്ള എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പാസ്സാവുന്നത്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഐ ക്ലിയർ എ സിംഗിൾ ഗ്രൂപ്പ് ഇൻ ദിസ് 1 year ഐ വിൽ മൂവ് ഫോർവേഡ്, അതർവൈസ് ഐ വിൽ ക്വിറ്റ് ആൻഡ് ഗോ ഫോർ എ ജോബ്. അങ്ങനെ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കൊരു ഇത് കാണിച്ചെടുക്കാൻ പറ്റിയതിൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ അത്രയും മിസ് ചെയ്യുന്നത് എൻ്റെ മോൻ്റെ പ്രസൻസ് ആണ്. ആൾക്കിന്ന് സ്കൂളുണ്ട്, ആൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. സോ ഐ ഫീൽ ഐ എം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് മൊമെൻറ്റ് ഈസ് ഞാൻ തന്നെ.